ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും. വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, വാട്ട്സ് ഇൻ മൈ ബാഗ്. ഇതൊക്കെ ഇടാൻ എന്നെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. കാരണം എൻ്റെ 2 ലോങ് വീഡിയോ ആണ് 1K പോയത്. അതെങ്ങനെ എന്ന് എനിക്ക് ഇപ്പോൾ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ചളമായെന്ന് തോന്നുന്നു. പിന്നെ 600 സബ്സ്ക്രൈബേഴ്സ് ഗൈസ്, 600 സബ്സ്ക്രൈബേഴ്സ്. താങ്ക് യു സോ മച്ച്. പിന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസിനേക്കാൾ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കുറേ കിട്ടുന്നത് ലോങ് വീഡിയോ ഇടുമ്പോഴാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ എനിക്കറിയില്ല. അപ്പം ഞാൻ ഇനിയും ഇങ്ങനത്തെ വീഡിയോ ഇടാൻ തന്നെ ശ്രമിക്കാം. ടൈം കിട്ടാനിച്ചാണ്. 2 മക്കളുണ്ട്, അവരെ കാര്യമൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും അങ്ങനെ ടൈം കിട്ടുന്നില്ല. ഇപ്പം തന്നെ സമയം 11-12 ആയിട്ടുണ്ട്. പക്ഷെ സാരമില്ല, കുറച്ച് എഫേർട്ട് എടുക്കാനുള്ള നമുക്ക് എന്താ കിട്ടുക അല്ലേ. അപ്പോൾ ഇനി അധികം ബ്ലാബ്ലാസ് ഒന്നുമില്ല, നേരെ വീഡിയോയിലേക്ക്. കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ വാവയുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. 11 മന്ത് ആയിട്ടുള്ള ബേബിയാണ്. അപ്പം ഞാൻ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് 2 ബാഗാണ് ക്യാരി ചെയ്യുന്നത്. ഒന്ന് ഹാൻഡ് ബാഗും ഒന്ന് ഡയപ്പർ ബാഗും. അപ്പം ഡയപ്പർ ബാഗിൻ്റെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എവിടെയെങ്കിലും പോകുമ്പം യൂഷ്വലി ഞാൻ വേഗം കാറിലേക്ക് എടുത്തിടുന്ന ഒരു ബാഗ്. അതിലെന്തൊക്കെ ഉണ്ടെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബാഗ്. എനിക്ക് ഒരുപാട് ബാഗ് ഉണ്ട് കേട്ടോ. എനിക്ക് ബാഗ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പോകുമ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്ന ബാഗാണ് ഞാൻ മേടിച്ചുകൊണ്ട് വരും. പക്ഷെ വലിയ വമ്പൻ റേറ്റിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. കൂടിപ്പോയ ഏറ്റവും കൂടിയ റേഞ്ച് എന്ന് പറയുന്ന ഒരു 5000 അത്ര വരെ പോയിട്ടുണ്ടാവുള്ളൂ. അതിന് കൂടുതലൊന്നും എൻ്റെ ബാഗിന് വേണ്ടി ഞാൻ ചിലവാക്കിയിട്ടില്ല. ഈ ബാഗിനോട് എനിക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ. സാധാരണ എനിക്ക് ബാഗൊക്കെ മേടിച്ച് തരാറ് എൻ്റെ ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരാറാണ് പതിവ്. കുറേ എൻ്റെ കയ്യിലുള്ളത് ഗിഫ്റ്റാണ് കേട്ടോ. ഒരു 5 ബാഗോളം എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ കസിൻസ് ആയാലും ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ്. പിന്നെ വാങ്ങിയത് ഈ പറയുന്ന പോലെ എൻ്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിയൊരു ബാഗ്. ആദ്യമായിട്ട് ഞാൻ വാങ്ങിയത്, അതായത് പിന്നെ പൈസ കൊടുത്തിട്ടില്ലെന്നില്ല, പക്ഷെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ബാഗാണിത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്നേഹമാണ് എനിക്ക് ബാഗിനോട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിലത്തെ സാധനങ്ങൾ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മുടെ ബാഗിലത്തെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഈ ഫോണാണ് കേട്ടോ. അതിൻ്റെ വാൾപേപ്പർ ഉണ്ടോ, എൻ്റെ 2 പിള്ളേരുടെയും ജനിച്ചപ്പോൾ ഫോട്ടോ ആണ് കേട്ടോ. കാണുന്നുണ്ടോ? ഇത് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ഫോണാണ് 11 Pro. ഇപ്പം 15 Proയിലാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അടുത്ത ആൾ നോക്കാം. യെസ്, പെർഫെക്റ്റ്. ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് എന്നോ ഒന്ന് ഗിഫ്റ്റ്, എന്തിനായിരുന്നു ഓർമ്മയില്ല, ബർത്ത്ഡേ ആണെന്ന് തോന്നുന്നു, ബർത്ത്ഡേ ഗിഫ്റ്റ് എന്നാണ്. ഇത് ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചിട്ട് വാങ്ങിയിട്ടില്ലായിരുന്നു, റേറ്റ് കാരണം കുറച്ച് റേറ്റ് ഉള്ളതായതുകൊണ്ട് ഞാനിങ്ങനെ കാർട്ടിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നതാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കുറച്ചാണ് ഇങ്ങനെ അടിച്ച് ഉപയോഗിക്കാറ്, കാരണം വില കൂടിയ സാധനമാകുമ്പോൾ നമുക്കൊരു കുത്തലാണല്ലോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡെയിലി ഓരോ സ്പ്രേ ആയിരുന്നു അടിച്ച് പോവാറ്. അതും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10-20 രൂപേൻ്റെ ചെറിയ ബോട്ടിൽ ഉണ്ടാവില്ല, അത് വാങ്ങി ഞാൻ ബാഗിലിടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കും. ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എടുത്ത് അടിക്കും. എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ ഈ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആവുന്ന സമയം നമുക്ക് ഇതൊന്നും നോക്കാനുള്ള ടൈമില്ലല്ലോ. എന്തെങ്കിലും വാരി കെട്ടി പോവുക, ഒരൊറ്റ മൈൻഡാണല്ലോ. ഇപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ അഡിക്റ്റായിട്ട് വരുന്നുണ്ട്. ഒരു അഡിക്ഷൻ വരുന്നുണ്ടോ സംശയം. മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനാണ് കേട്ടോ. എൻ്റെ ചെക്കൻ്റെ ബാത്റൂം ഈ ഞാനാണ്. എത്ര പാമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ അത് ഊരുന്ന സമയത്തായിരിക്കും ഈ കുട്ടികൾ മൂത്രമൊഴിക്കുന്നതും അപ്പിടുന്നതും ഒക്കെ. അപ്പോൾ പിന്നെ ഇത് അടിക്കാതെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും ഇപ്പോൾ സ്റ്റോക്കാക്കി വെക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ ഇനിയും കൊണ്ട് കാണിച്ചു തരാം. ഇതാ ഈ കുട്ടി അത്തറാണ് കേട്ടോ. ഇത് ഞാൻ 100 രൂപ എങ്ങാൻ കൊടുത്തിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കുമല്ലോ, അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അതും എനിക്കിതിനെപ്പറ്റി വലിയ നോളേജ് ഇല്ല, ഇതിലേതാ നല്ലത് അങ്ങനെ. പക്ഷെ എനിക്ക് അത്തറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പം നമ്മൾ അടുത്ത ഐറ്റം നോക്കാം. ഒരു ബുക്കാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ കയ്യിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, മെജോറിറ്റി സാധനങ്ങളും ബ്ലാക്കാണ് ഗൈസ്. എനിക്ക് എന്തോ ബ്ലാക്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പ്രായം കൂടുന്തോറും മറവി കൂടി വരിക ഗൈസ്. അപ്പം ഞാനിതെന്താ മെയിനായിട്ട് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ഡെലിവറി എനിക്ക് ഒരു സാധനം സാധനം ഒരു സംഭവം എവിടെ വെച്ചതെന്ന് പോലും എനിക്ക് 2 ദിവസം കഴിഞ്ഞാൽ മറന്നു പോകുന്നൊരു ഭയങ്കര അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ട്. എന്നാൽ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഇവൻറ്റുകളൊക്കെ ഞാൻ മറന്നു പോകുന്നു. അപ്പോൾ ഞാൻ അതിനെ എഴുതി വെക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ച് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. പിന്നെ ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡെലിവറി കഴിഞ്ഞ ഒരു സ്ത്രീ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആവണമെങ്കിൽ 2 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. എൻ്റെ മേക്കപ്പ് പൗച്ചാണ് കേട്ടോ. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ, എന്തും ബ്ലാക്കിലേ ഞാൻ അവസാനം എത്തുള്ളൂ. ഈ ഡ്രസ്സ് എടുക്കാൻ പോയാലും എന്തെടുക്കാൻ പോയാലും ബ്ലാക്ക് കണ്ടു കഴിഞ്ഞാൽ ചുമ്മാ ഞാൻ എടുത്ത് വരും. അപ്പം അങ്ങനെ ഇത് ബ്ലാക്ക് പൗച്ച്. ഇതിൽ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കാറില്ല കേട്ടോ. സത്യം പറയുന്നത് എനിക്കൊന്നും സമയം ഉണ്ടാവാറില്ല. പക്ഷേ എന്നാൽ ഈ പൗച്ച് ഞാൻ എടുത്ത് ഇടാറുണ്ട്. ഇതിൽ മെയിനായിട്ടുള്ളത് ഒരു സൺസ്ക്രീൻ ഉണ്ട്. ഇതിൻ്റെ മൂടി ഇപ്പോൾ എവിടെ ഒന്ന് വീണു പോയി. ഇനി തപ്പി പിടിക്കാൻ നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേ പണി എടുത്തിട്ടതാണ്. അപ്പോൾ അടുത്തത് ഒരു കോമ്പാണ്. ചുമ്മാ ഇങ്ങനെ വാരാൻ. സോറി ഗൈസ്, ശീതം തെന്നി മാറും. ഓക്കെ, അടുത്തതൊരു ക്ലിപ്പാണ്. എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോയി വരുന്ന സമയത്ത് ചൂടെടുത്തൊരു വഴിയാവുന്ന സമയത്ത് ഒരൊറ്റ പിടിച്ച് കുത്തലാണ്. അതിന് വേണ്ടിയാണ് ഈ ക്ലിപ്പ്. അടുത്തതെന്ന് പറയുകയാണെങ്കിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട്. അയ്യോ, ഇത്രയേ ഉള്ളൂ. ഓക്കെ, 1 2 3 4 5 ഒരു 5 ലിപ്സ്റ്റിക്സ് ഉണ്ട്. പിന്നെ ഒരു ഐലൈനറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. അത് ഒരു ലിപ് ലൈനറുണ്ട്. ഇതൊക്കെ എന്തിനിട്ടാന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കൺസീലറുണ്ട്. പിന്നെ എന്താണ്, ഇതും ഒരു ഐലൈനറാണ്. ഇത് മൂക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിരുന്നതാണ്. പിന്നെ കുറച്ച് ഹെയർ ടൈസാണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. കഴിഞ്ഞു. പൗച്ചിലെ ഐറ്റംസ് മാത്രമേ തീർന്നിട്ടുള്ളൂ. ബാഗിൽ ഇനിയും കിടക്കുന്നുണ്ട്. ബാക്കി ഐറ്റംസ് നമുക്ക് നോക്കാം. ഓ സോറി, ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇതിൽ കിടക്കാൻ തുടങ്ങിയിട്ട്, ഈ ബാഗിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അതായത് ഞാൻ ബാംഗ്ലൂരായിരുന്നു പണ്ട്. അപ്പം ഇത് അവിടെ നിന്ന് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു സ്കിന്നിന്. അപ്പം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഒരു മോയ്സ്ചറൈസറാണ്. പക്ഷെ അതേ സംഭവം ഞാൻ അവിടെ നിന്ന് അപ്ലൈ ചെയ്തപ്പം ഓക്കെ, പ്രശ്നമൊക്കെ മാറി വന്നു. പക്ഷെ തിരിച്ച് ഞാൻ ഇവിടെ എത്തി ഇതേ സാധനം അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാവാൻ തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ എൻ്റെ ഡോക്ടർ പറഞ്ഞു ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇയാൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേ വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഉപയോഗിക്കാണ്ട് നിൽക്കുമ്പോൾ കുറച്ചൊരു സമാധാനമുണ്ട്. എൻ്റെ സ്കിന്നെന്ന് വെച്ചാൽ ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ മോയ്സ്ചറൈസർ ഇങ്ങനെ തേക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പിമ്പിൾസൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടിട്ട് അത് ഫോളോ ചെയ്തിട്ട് ആദ്യം ഫേസ് വാഷ് ചെയ്യുന്നു, അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രാവിലെയും ചെയ്യും രാത്രിയും ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫേസിൽ കംപ്ലീറ്റ് പിമ്പിൾസ് വരാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഒരു പ്രശ്നവും ഇല്ലാതെ നിന്ന് ഞാനങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ആയെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഓരോ വീഡിയോസ് കണ്ടിട്ട് മുഖത്ത് ഓരോന്ന് വാരിത്തേക്കാതെ ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് നിങ്ങളെ ഫേസിന് പറ്റിയതെന്ന് നോക്കിയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. ഇതെങ്ങനെ ഇതിൽ വന്നു എനിക്കറിയില്ല. ഇത് ഒരു മൈക്കാണ്. ഞാൻ ചുമ്മാ വാങ്ങി വെച്ചതായിരുന്നു. ഈ വീഡിയോ ഒക്കെ യൂട്യൂബൊക്കെ ക്ലിക്കാവുകയാണെങ്കിൽ പുറത്ത് പോയിട്ട് വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട കേൾക്കാൻ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ ഒരു മൈക്കായിരുന്നു. പക്ഷെ എനിക്കിത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല ഗൈസ്. എൻ്റെ സൗണ്ടൊന്നുമില്ല വരുന്നത്, വേറെ എന്തോ വരുന്ന മാതിരി എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി നല്ല, ഇത് അത്ര റേറ്റിൻ്റെ ഒന്നുമല്ല. പിന്നെ ചുമ്മാ ഇത് ക്ലിക്കാവുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ വെറുതെ വാങ്ങി വെച്ചൊരു സാധനമാണ്. പക്ഷെ ഇപ്പം 600 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ സ്ഥിതിക്ക് ഒന്ന് വാങ്ങുന്നത് തിരക്കേടില്ല. നോക്കട്ടെ, ഒരു 1K ആയിക്കഴിഞ്ഞാൽ ഞാനൊരു നല്ല മൈക്ക് വാങ്ങും. ഇതിനെ മീഷോന്ന് 200 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു മൈക്കാണ് കേട്ടോ. കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്. പക്ഷെ എനിക്കെന്തോ ഒരു ഇഷ്ടക്കേട്. നിങ്ങൾ വേണേൽ വാങ്ങി നോക്കൂ, വെറുതെ ഞാൻ പറഞ്ഞിട്ട് വാങ്ങാതിരിക്കേണ്ട. അടുത്ത ഐറ്റം കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ കളിയാക്കും. എൻ്റെ ഒരു പേഴ്സാണ് കേട്ടോ. ഇതിൻ്റെതാ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. എന്നിട്ടും ഇതെന്തുകൊണ്ട് മാറ്റുന്നില്ലെന്ന് ചോദിച്ചാൽ
ഇതിൽ പൈസ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് എത്ര ചിലവാക്കിയാലും ഇതിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഇങ്ങനെ മാറ്റാനേ തോന്നില്ല. ഒരിക്കൽ ഞാൻ എൻ്റെ കയ്യിലൊരു 5-6 പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നിലേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിച്ചു പോകും. അതിലൊക്കെ ഇടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ചിലവ്. ഇനി ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ അതിനൊക്കെ എൻ്റെ പൈസ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ ഗൈസ്, ഇതൊക്കെ മണി, ഇതൊക്കെ എൻ്റെ പൈസയാണ് ഗൈസ്. അത് ഞാൻ എന്തൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഇങ്ങനെ ഇടാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മാറ്റാത്തത്. എല്ലാവർക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു പൈസ ഇട്ടാൽ ഇങ്ങനെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അടുത്ത ആളെന്ന് പറയുന്നത് എൻ്റെ ഈ കോമ്പാണ് കേട്ടോ. ഈ ആൾ എൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 10-11 വർഷത്തോളമായി. ഞാൻ എവിടെ പോയാലും ഇയാൾ എൻ്റെ കൂടെ. ഈ ഒരു സംഭവം കൊണ്ട് ഞാൻ മുടി വാരാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞത്. ഇതുപോലത്തെ പല കോമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ഇത് എവിടെ പോലെ ഞാൻ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കും. ഈ ട്രിപ്പൊന്നും പോകുമ്പോൾ ഞാൻ എടുക്കാറില്ല ഗൈസ്. സത്യം പറയുകയാണെങ്കിൽ ഇത് പോയി ഫോൺ മേടിച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെക്കും. എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് പ്രഹസനമാണ് സജി, ഇങ്ങനത്തെ എത്ര കോമ്പുണ്ടെന്ന്. പക്ഷേ ഇല്ല ഗൈസ്, ഇതിനൊരു പ്രത്യേക വൈബാണ്. ഇത് കണ്ടോ, ഈ തലയിൽ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു മസാജ് ചെയ്യുന്ന ഫീലാണ്. അല്ലെങ്കിൽ ചില കോമ്പിൽ ഈ കുത്തുന്ന നമ്മൾ വെക്കുമ്പോൾ ഒരു കുത്തൽ ഫീൽ, അങ്ങനെയല്ല. ഇത് ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര സുഖമാണ് ഇങ്ങനെ വെക്കുന്ന സമയത്ത്. അങ്ങനെ ഒരു ഐറ്റംസൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. ഓക്കെ, ഒരു 10 രൂപൻ്റെ നോട്ടുണ്ട്. പിന്നെ ഇതാരിട്ടതാണെന്ന് എനിക്കറിയില്ല. എൻ്റെ മോളതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇങ്ങനൊരു ഐറ്റം ഇതെൻ്റെ മോളതാണ്. പിന്നെ ഒരു ഐറ്റം ഉണ്ട് ഗൈസ്. ഞാൻ വയലട ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ നിന്ന് അടിച്ച് മാറ്റിയ ബ്രൂണിൻ്റെ ചെറിയൊരു പാക്കറ്റാണ് ഗൈസ്. ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സോപ്പ് എടുത്തിട്ടില്ല, ഷാമ്പു എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. വീട്ടിൽ 500 ഷാമ്പുവിൻ്റെ ബോട്ടിലുണ്ടെങ്കിലും ഹോട്ടലിൽ പോയിട്ട് അത് എടുക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതിൻ്റെ ഒരു ഫീലിംഗ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയായിരുന്നു എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ഞാൻ മാറ്റം വരുത്തണം എന്നുകൂടെ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ വീഡിയോൻ്റെ റെസ്പോൺസ് നോക്കിയിട്ടേ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സാകളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.